ഡോക്ടറെ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയതായിരുന്നു? സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ അടുത്ത ഡോക്ടറെ പരിചയപ്പെടാം. നമസ്തേ ഡോക്ടറെ, പേര് എന്തായിട്ട് ഇവിടെ വന്നേ? ഞാൻ വെരിക്കോസിന്റെ അസുഖം കൊണ്ടുവന്നേ. ഞാനിങ്ങനെ പറഞ്ഞാറ് ഞാൻ തൈറോയിഡിന്റെ അസുഖത്തിന്. നേരത്തെ എനിക്ക് കൈയിന്റെ ഷോൾഡർ വേദന, കാൽമുട്ട് വേദന, മുടി കൊഴിച്ചില്. മൂല കാരണം, അതായത് റൂട്ട് കോസ്, അത് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ഫാറ്റി ലിവർ, വെരിക്കോസ്, മൈഗ്രെയിൻ, സോറിയാസിസ്, അലർജി പ്രോബ്ലംസ്, തൈറോയിഡ്, ഷുഗർ, ഇതുപോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതി. നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോ എല്ലാം ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും, അതുപോലെ ഡോക്ടർമാരുണ്ടായിരിക്കും. അങ്ങനല്ലാത്ത ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാറില്ല, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. നമസ്കാരം. 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 നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ ചെയ്യുന്നത്. വടക്കൻ ജില്ലയിൽ ആദ്യമായിട്ടാണ്. ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അലർജി, വെരിക്കോസ്, മൈഗ്രെയിൻ, ഇതുപോലുള്ള എല്ലാ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാം മാറ്റുന്ന ഒരു സ്ഥലമാണ്. പരിഹാരമാണ്. നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം, ഇവിടുത്തെ രീതി നമുക്ക് മനസ്സിലാക്കാം. മാറിയ കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ഞങ്ങളെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം സൈഡിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ വിളിക്കാറുണ്ട് ഈ സൈഡ്, കാരണം നമ്മുടെ നാട്ടിലോട്ടാണുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കണ്ണൂർ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെ സൈസ് രോഗങ്ങളാണ് നമ്മളിവിടെ ശരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? അതായത് ഫാറ്റി ലിവർ, വെരിക്കോസ്, മൈഗ്രെയിൻ, സോറിയാസിസ്, അലർജി പ്രോബ്ലംസ്, തൈറോയിഡ്, ഷുഗർ, ഇതുപോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതി. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഇതൊന്നും ഇല്ലാത്ത ആരുമില്ല. അതെ അതെ, തീർച്ചയായും അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. അതെ, നമുക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും കാണാം. ഡോക്ടറെ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയതായിരുന്നു? സിവിയർ ആയിട്ടുള്ള അലർജി ആയിരുന്നു. മൂക്കിൽ ദശ വന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി പേഷ്യന്റ്. നമ്മുടെ സ്ഥലം? കൊയ്യം. പേര്? പ്രമീള. എന്ത് കുഴപ്പമായിട്ട് വന്നത് ഇവിടെ? അലർജി ആയിട്ടാണ്. ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം 98% മാറി. 98% മാറി. പിന്നെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള പ്രശ്നം എന്തുവായിരുന്നു? നേരത്തെ നല്ല തുമ്മലായിരുന്നു. പിന്നെ മൂക്കുന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചോണ്ടിരിക്കും. അതെല്ലാം നിന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇൻഹേലർ ഏറ്റവും പറയാനുള്ളത്, ഇൻഹേലർ ഉപയോഗിക്കുന്നത് നിർത്തി. എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? ഞാൻ 25 വർഷമായിട്ട് ഇൻഹേലർ. 25 വർഷമായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ഇപ്പൊ ഉപയോഗിക്കുന്നേ ഇല്ല? ഇല്ല. ഇത് അതില്ലാതെ ഒരു കുഴപ്പമില്ല ഇപ്പൊ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എങ്ങനെയുള്ള ചികിത്സാ രീതിയാണ്? ഇതിപ്പോ നമ്മളിപ്പോ ഏത് രോഗത്തെ ചികിത്സിക്കുകയാണെങ്കിലും ആ രോഗം വരാൻ ഒരു കാരണം ഉണ്ടാവും, അതായത് ഒരു റൂട്ട് കോസ് ഉണ്ടാവും. അപ്പൊ ആ രോഗ കാരണത്തിനാണ് നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ, എല്ലാവരും ചിന്തിക്കുന്നത് മൈഗ്രെയിൻ വരാൻ സ്ട്രെസ് ആണ് കാരണം. അതുപോലെ നമ്മുടെ നെർവുകൾ ഉണ്ടല്ലോ, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് എന്നാണ്. പക്ഷേ ഈ മൈഗ്രെയിൻ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, അതിലുണ്ടാവുന്ന എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വരും. അതുപോലെ മറ്റ് പല ദഹന പ്രശ്നങ്ങൾ, മലബന്ധമായാലും അസിഡിറ്റി പ്രശ്നങ്ങൾ എന്തായാലും അതൊക്കെ കൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വരും. അതുപോലെ വേറെ ഒന്നാണ് സോറിയാസിസ്. നമ്മളിപ്പോൾ പുറത്തുള്ള ഒരു ലീഷൻ അല്ലേ, സ്കിൻ അലർജി പോലെയല്ലേ. നമ്മൾ യൂഷ്വലി എന്താ ഫോക്കസ് ചെയ്യുക? ലോഷൻസ്, ക്രീംസ്, അതൊക്കെ ജസ്റ്റ് ടോപ്പിക്കലായിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും സോറിയാസിസ് വരാനുള്ള കാരണം നമ്മുടെ വയറിൽ ഉണ്ടാവുന്ന, കുടലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയകൾ, അതിൽ ചീത്ത ബാക്ടീരിയകളിൽ ഉണ്ടാവുന്ന ടോക്സിൻസ്, അത് കാരണമാണ് നമുക്ക് ശരിക്കും സോറിയാസിസ് വരുന്നത്. അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയകളെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞാൽ സോറിയാസിസിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ഉണ്ടാവും. ഇതുപോലെയാണ് ഇവിടെ ചികിത്സ. മൂല കാരണം, അതായത് റൂട്ട് കോസ്, അത് കണ്ടെത്തിയിട്ട് ചികിത്സിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ കഴിയും. കൃത്യമായിട്ട് ഇവിടെ ചികിത്സാ രീതി കൊണ്ട് മാത്രമാണ് അസുഖം വരുന്നത്. കാരണം അതിന്റെ കാരണം കണ്ടെത്തിയുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ ഉള്ളത്. ഡോക്ടർ, ഇവിടെ ഒരു രോഗി എത്തിയാലേ എങ്ങനെയുള്ള ചികിത്സാ രീതിയാണ്? ഇപ്പോൾ ഇവിടെ ഒരു രോഗി നമ്മുടെ ഇവിടെ ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അത് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ ട്രീറ്റ്മെന്റും മെഡിസിൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അമ്മയൊന്ന് പരിചയപ്പെടാം. അമ്മ പേര്? സുജാത. സ്ഥലം? മുരിയാട്. അമ്മ എന്തായിട്ടാ വന്നേ? ഞാൻ തൈറോയിഡിന്റെ അസുഖത്തിന് വന്നത്. ആണല്ലയോ? ഇപ്പൊ എങ്ങനെയുണ്ട് തൈറോയിഡ്? ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ എത്ര പ്രാവശ്യം വന്നമ്മ ഇവിടെ? ഞാൻ 4 മാസമായി എടുത്ത ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ഉള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ എനിക്ക് കൈയിന്റെ ഷോൾഡർ വേദന, കാൽമുട്ട് വേദന, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ക്ഷീണം, തലകറക്കം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, അതെല്ലാം നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ശരിക്കും തൈറോയിഡുകാരെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ തൈറോയിഡിന്റെ ഒരു പ്രശ്നമില്ലാത്ത കുടുംബവും വീടും വളരെ കുറവാണ്. അപ്പൊ അതിനൊരു ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്
ഡോക്ടറെ ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേ ഏറ്റവും കൂടുതലും അങ്ങനെ മാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഓപ്പറേഷൻ കൊണ്ടൊക്കെ മാറുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് മരുന്നിൽ അത്യാവശ്യം മാറാറുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് തൈറോയിഡ് നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഈ തൈറോയിഡ് പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലും ഹോർമോൺ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് എപ്പോഴും ആവശ്യം നല്ലപോലെ ന്യൂട്രീഷനാണ്. അപ്പോൾ ആ ന്യൂട്രീഷൻ കിട്ടാതിരിക്കുമ്പോഴാണ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ അമ്മ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, ശരീരവേദന, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് കൃത്യമായി വേണ്ടത് വിറ്റാമിൻ ഡി ആവശ്യമാണ്. അയൺ, തൈറോയിഡ് ഉള്ളവർക്ക് എപ്പോഴും അയൺ കുറവുണ്ട്. ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അങ്ങനെ കുറവുകൾ കൊണ്ടാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്നത്. ആ കുറവ് അങ്ങോട്ട് നികത്തി കൊടുക്കുക, ന്യൂട്രീഷൻ കൊടുക്കുക. ആദ്യത്തെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ 4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അന്നേരം ഈ ഹോർമോൺ ഒട്ടും കറക്റ്റ് അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് ലെവലായി വരുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട്. നമുക്ക് പ്രായത്തിന്റെ ചിലവർ പറയുന്നില്ലേ, ഒരു പ്രായപരിധി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ശാരീരിക ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും തന്നെ അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഇപ്പൊ ബോഡിയിൽ അത്യാവശ്യം ഉള്ളത് കൊണ്ട് അമ്മ ഇപ്പൊ പൂർണ്ണമായിട്ട് ഹെൽത്തി ആണ്. ഡോക്ടർ അല്ലാതെ വേറെ ഇവിടെ ഡോക്ടർമാരുണ്ടോ? ഉണ്ട്. നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ്. എല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, സീനിയർ ഡോക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ കൂത്തുപറമ്പിലാണെങ്കിൽ ഡോക്ടർ ഷോണിമിയാണ് ഉള്ളത്. നമ്മുടെ പിലാത്തറ വിളയങ്കോട് ഡോക്ടർ വിദ്യയും ഡോക്ടർ ഹരിതയാണ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ അടുത്ത ഡോക്ടറെ പരിചയപ്പെടാം. നമസ്തേ ഡോക്ടറെ, പേര്? എൻ്റെ പേര് ഡോക്ടർ ഷോണിമ. ഞാനിവിടെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എല്ലാത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ്, എല്ലാത്തരം ജീവിതശൈലി രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ്, അങ്ങനെ ഫാറ്റി ലിവർ, എല്ലാത്തരം കണ്ടീഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേഷ്യൻറ്റിനും ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് അവരെല്ലാ കേസും നമ്മൾ നോട്ട് ചെയ്ത് എന്നിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള അതിനെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ചികിത്സാ രീതി. അവരെ കറക്റ്റ് എല്ലാ പോയിന്റും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ചികിത്സ കൊടുക്കുന്നത്. അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ടാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ വന്നവരോടൊക്കെ ചോദിക്കാം. നമസ്തേ, പേര്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. സ്ഥലം ഇരിട്ടി കാക്കയാണ്. എന്തായിട്ട് ഇവിടെ വന്നേ? ഞാൻ വെരിക്കോസിന്റെ അസുഖം കൊണ്ട് വന്നതാണ്. ഞാനിങ്ങനെ പറഞ്ഞറിഞ്ഞു വന്നതാണ്. ഫസ്റ്റ് ടൈം വന്നതാണ് ഇവിടെ. ആദ്യമായിട്ട് നേരത്തെ വന്നവര് മാറിയ ആൾക്കാർ അവര് ഇത് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ്. വെരിക്കോസിന്റെ ഇത് കണ്ടോ? ശരിക്കും ഇനി അടുത്ത വീഡിയോയില് ഇത് മാറിയ സംഭവങ്ങൾ ഇദ്ദേഹം പറയും. ഇവിടെ വന്നത് ആദ്യമായിട്ട്. അപ്പൊ ഈ കണ്ണൂർ, കാസർഗോഡ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ 2 സ്ഥലത്തായിട്ട് വരാൻ പറ്റും. പിന്നെ ദൂരെയുള്ള ആൾക്കാരെ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ദൂരെ ഉള്ള ഡോക്ടറെ കാണണമെന്നോ അല്ലെങ്കിൽ അല്ലാതെ ഏത് രീതിയിലാണ് ഡോക്ടറെ കാണേണ്ടത്? അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ട് അവൈലബിൾ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്? അതെ, ചെയ്യുന്നുണ്ട്. ഡോക്ടറെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ചാനലിന്റെ പേര് എന്തുവാ? യൂട്യൂബ് ചാനലിന്റെ പേര് ഡോക്ടർ ആഷ്നാസ് എന്നാണ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഡോക്ടർ ആഷ്ന KK, ഫേസ്ബുക്കില് ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക് എന്നാണ് പേജിന്റെ പേര്. ഡോക്ടർ ഇവിടെ വരേണ്ടവർ എങ്ങനെ വരണം? നമ്മുടെ ക്ലിനിക്ക് വന്നിട്ട് കണ്ണൂർ കൂത്തുപറമ്പിലാണ്. മൂരിയാട് റോഡ് ഫയർ സ്റ്റേഷന്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് ഉള്ളത്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട് കൂത്തുപറമ്പിൽ നിന്ന്, ടൗണിൽ നിന്ന്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഹോസ്പിറ്റല് പിലാത്തറയാണ്. കണ്ണൂർ തന്നെ പിലാത്തറ വിളയാങ്കോടാണ്. നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ 2ാമത്തെ ക്ലിനിക്ക് ഉള്ളത്. കൂടാതെ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്, കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് നേരെ എത്തിയാൽ മതി.